ഹലോ ഒരു കപ്പത്തിന്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഡബിളി കളിക്കാൻ പറ്റാത്ത പ്ലേസിലൊക്കെ എങ്ങനെയാണ് ഹെഡ്ഷോട്ട് നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് ഇന്നത്തെ പരിപാടി. നമുക്ക് നേരെ ഇവിടെ വീടെടുക്കുക. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡബിൾ ഇട്ടാം. പിന്നെ ഒരു മാക്സിമം ഫുള്ള് കാണാട്ടോ. എന്നാലും നമുക്ക് മനസ്സിലായി ഡബിളി എങ്ങനെയാണ് നമുക്ക് കളിക്കാൻ പറ്റാന്ന് കളിച്ചു തരുന്നത്. ഫസ്റ്റ് ഞാൻ ലോങ് എന്നിട്ട് കളിച്ചു തരാം. ഇവിടെ നിന്നിട്ട് അപ്പം നമ്മളിപ്പോൾ നൂറ്റമ്പത് കയറിയത് നമ്മൾ സെറ്റിങ്ങിൽ പോയിട്ട് സെൻസേജിൽ പോയിട്ട് നമുക്ക് ബാക്കി ഒന്നും വേണ്ട, നമുക്ക് സ്നൈപ്പർ സ്കോപ്പ് മാത്രം മതി. അത് നിങ്ങൾ വിചാരിക്കും ഫുള്ളിനൊന്നും ഇട്ട് കളിക്കരുത്. ചിലവരുണ്ടാവും ഈ നൂറ്റമ്പതിലിട്ട് കളിക്കുന്നത്. നൂറ്റമ്പതിലിട്ട് കളിക്കുന്നത് റിഫ്ലക്ഷൻ കിട്ടില്ല. കണ്ട ഐസ് നമുക്ക് കുറട്ടേന്നുള്ള തെളിവ് ഉപയോഗിക്കുന്നത് കണ്ടോ. അപ്പോൾ ഏറ്റവും കുറച്ചിടാണ്. അപ്പം അതും പാടില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും കുറച്ചിട്ട് നിങ്ങൾക്ക് സ്കോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, അറിയാലോ. അപ്പം ആദ്യം അപ്പോഴേക്ക് നിങ്ങൾ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സെൽസെറ്റിൽ പോയിട്ട് ഈ സാധനമൊക്കെ ഒരു 26 തൊട്ടൊരു 40 വരുമല്ലോ, ഒരു 30 അങ്ങനെ. അപ്പോൾ ഇത് കറക്റ്റ് എങ്ങനെ പോയാലും അങ്ങനെ തൊട്ട് ഇതുപോലെ ഹായ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കൺട്രോൾസിൽ പോയിട്ട് അവിടെ ക്വിക്ക് വെപ്പൺ സ്വിച്ച് ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ഓണാക്കി ഇടണം. അത് ഓണാക്കി ഉണ്ടല്ലോ, അപ്പോൾ ഓൾറെഡി ഓണാക്കിയിട്ടുണ്ട്. അത് ഓണാക്കിയിട്ട് നമ്മൾ കസ്റ്റമർ ഹബിൽ പോയിട്ട് നമ്മുടെ കംഫർട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്ത് ഐക്കൺ വയ്ക്കുക. ഐക്കൺ ഇവിടെയാണ്, അത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള സൈസിലിട്ടിട്ട് അവിടെ വെച്ച് ആക്കി നോക്കാം. എന്നിട്ട് നമ്മൾ അതിങ്ങനെ അമർത്തിക്കൊണ്ടിരുന്നാൽ നമുക്കത് സ്വിച്ച് ഇമ്പറോ സ്പീഡ്. അപ്പോൾ നമുക്ക് അടിക്കാൻ കാണിച്ചു തരാം. ഇതാണ് വെച്ചാൽ നമ്മളെ കൺട്രോൾസിൽ പോവാം. കൺട്രോൾസിൽ പോയിട്ട് ക്വിക്ക് റീലോഡ് ബട്ടൺ അത് ഓണാക്കിയതാണ്. എന്നിട്ട് നമ്മുടെ HUD ബട്ടണിൽ പോയിട്ട് അത് നമ്മൾ ഇഷ്ടമുള്ള കംഫർട്ട് നമ്മൾ വലുതാക്കി വെക്കുക. അത് അത്രേ ഉള്ളൂ. അവിടെ വെച്ചിട്ട് അവിടെ വെടിവെക്കുമ്പോൾ അപ്പോൾ സാധാരണ വെടിവെക്കുമ്പോൾ ചില പതിയെ റിലോഡല്ല. അപ്പോൾ ഇതിൽ വെച്ചാൽ കുറച്ചൊരു ഫാസ്റ്റാണ്. അല്ലെങ്കിൽ സ്വിച്ച് ചെയ്താൽ പറ്റില്ല, റീലോഡ് ആവുമ്പോൾ അറിയില്ല. അപ്പം ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ 300 ഡാമേജ് ആവുന്ന അതിനകത്ത് വലിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ ലോബി പോയിട്ട് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് 300 ഡാമേജ് കയറാമെന്ന്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വൈസ്. അപ്പോൾ ലോബിയിലെത്തി കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ വെച്ചാൽ ഇവിടെ ഇത് ഫസ്റ്റ് മാറും. ഫസ്റ്റ് നിങ്ങൾക്ക് സ്കൈലർ AWSS നല്ലതാണ്. ഇവിടെ ഗ്ലോ ആളിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്റ്റീവ് സ്കിൽ ഇടാം. അപ്പോൾ ഫസ്റ്റ് വേണ്ട മാറാണ്. ഇൻക്രീസ് ഡാമേജ് ടുവേർഡ്സ് ഡിസ്റ്റൻറ്റ് എനിമീസ് ആൻഡ് മാർക്കഡ് എനിമീസ്. സെക്കൻഡ് മോക്ക് അല്ലെങ്കിൽ മാർക്ക് എനിമീസ് ഹിറ്റ്. നിങ്ങൾ അടിച്ചിട്ട് അവരെ ഓടുമ്പോൾ തലയിൽ കടിക്കും. ഇപ്പോൾ ഹെൽത്ത് ഇല്ലെങ്കിൽ അവരെവിടേക്ക് ഓടിയാൽ അവരെ കാണിക്കും. സെക്കൻഡ് റൈഫിൾ സ്നൈപ്പർ ആൻഡ് മാർക്ക്നെസ് റൈഫിൾ ഷോട്ട് സൈലൻസർ വിത്ത് ഡൗൺ എനിമി ബ്ലീഡിങ് ഫാസ്റ്റർ. നമ്മളിപ്പോൾ സ്നൈപ്പറിലൊക്കെ സൈലൻസർ വിട്ട് പിന്നെ ലോക്കായി പെട്ടെന്ന് ലോക്കായി ആവും. അപ്പോൾ ഇതാണ് 300 ഡാമേജിൻ്റെ ടിപ്പ്. എല്ലാവർക്കും ടാറ്റ വൈബ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഷെയർ സമയം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വൈബായി ടാറ്റ, സി യു.